നമസ്കാരം. ഇന്ന് ഓണസദ്യക്ക് വേണ്ടി നല്ല പെർഫെക്റ്റ് പുളിയിഞ്ചി റെഡിയാക്കാം. പുളിയിഞ്ചിക്ക് വേണ്ടി 200 ഗ്രാം ഇഞ്ചി പൊളിച്ച് വെച്ച് 10-12 പച്ചമുളക് എടുത്ത് ഇഞ്ചി ചെറുതായി ഒരേ വലുപ്പത്തിന് അരിഞ്ഞെടുക്കാം. ഒരേ വലുപ്പത്തിന് അരിഞ്ഞെടുത്ത് അതുപോലെ പച്ചമുളകും ഒരേ വലുപ്പത്തിന് അരിഞ്ഞെടുക്കാം. ഇതൊരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പോൾ പിഴിഞ്ഞ് അരിച്ച് എടുത്ത് വെച്ച് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് 3 വലിയ സ്പൂണിന് വരെ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പം കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഇനി അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. അരിഞ്ഞ് വെച്ച ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം ബ്രൗൺ കളറായി. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ച് കൊടുക്കാം. പുളി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഇത് ശർക്കരപ്പാനി 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പുളിയിഞ്ചിക്ക് അധികം പുളിയാണ് ചേർക്കേണ്ടത്. അതിൻ്റെ കാൽഭാഗം വരെ ശർക്കരപ്പാനിയും ചേർത്ത് ഒന്ന് ഇളക്കി 3/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 3/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് അതുപോലെ ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഗ്യാസ് ഓഫ് ചെയ്ത് ഇപ്പോൾ തണുത്ത് കഴിഞ്ഞ് എണ്ണ മേലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പുളിയിഞ്ചി ഉണ്ടാക്കണം. ഈ പുളിയിഞ്ചി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.